ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സിൻ്റെ ഡിസ്കഷനുമാണ്. സോ നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് ജാക്ക് ഫ്രൂട്ട് ഗം കനോട്ട് ബി വാഷ്ഡ് ഓഫ് യൂസിങ് വാട്ടർ. വൈ? ജാക്ക് ഫ്രൂട്ട് ഗം നമുക്ക് വെള്ളം കൊണ്ട് കഴുകാൻ പറ്റില്ല, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ജാക്ക് ഫ്രൂട്ട് ഗം ഫ്ലോട്ട് ഇൻ വാട്ടർ. ജാക്ക് ഫ്രൂട്ട് ഗം വെള്ളത്തിൽ ഒഴുകും. രണ്ടാമത്തെ ഓപ്ഷൻ ജാക്ക് ഫ്രൂട്ട് ഗം ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ അലിയില്ല എന്നാണ്. ജാക്ക് ഫ്രൂട്ട് ഗം വെള്ളത്തിൽ അലിഞ്ഞ് ചേരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ജാക്ക് ഫ്രൂട്ട് ഗം ഡിസോൾവ്സ് ഇൻ വാട്ടർ. ജാക്ക് ഫ്രൂട്ട് ഗം വെള്ളത്തിൽ അലിയും. നാലാമത്തേത് ജാക്ക് ഫ്രൂട്ട് ഗം ഹാസ് മോർ വെയ്റ്റ് ദാൻ വാട്ടർ. വെള്ളത്തിനെക്കാട്ടിലും ജാക്ക് ഫ്രൂട്ട് ഗമ്മിന് ഭാരം കൂടുതലാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ജാക്ക് ഫ്രൂട്ട് ഗം ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ അലിഞ്ഞ് ചേരില്ല എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. അടുത്തത് ഒന്നാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ സൊല്യൂട്ട് എന്ന ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ ഡേഷ് ആണ്, മൂന്നാമത്തതിൽ സൊല്യൂഷൻ. രണ്ടാമത്തെ ഹെഡിങ് എന്താണ്? നിങ്ങൾ സോൾവെൻ്റ് എന്ന് എഴുതി കൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്തിലാണോ ഒരു സാധനം അലിയിപ്പിക്കുന്നത് അതിനാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുക. ഇവിടെ എ ഉത്തരം എന്താണ്? സോൾവെൻ്റ്. അടുത്തത് നിങ്ങൾക്ക് അവിടെ ബി തന്നിട്ടില്ല. അതായത് സൊല്യൂട്ട് ഷുഗർ ആണെന്ന് തന്നിട്ടുണ്ട്, സോൾവെൻറ്റ് വാട്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? ഷുഗർ വാട്ടറിൽ അലിയിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഷുഗർ സൊല്യൂഷനാണ്. നിങ്ങൾ അവിടെ ഷുഗർ സൊല്യൂഷൻ എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് നിങ്ങൾക്ക് സൊല്യൂട്ട് സാൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അവിടെ സി തന്നിട്ടില്ല. എന്തിലാണ് നമ്മൾ സാൾട്ടിനെ അലിയിപ്പിക്കുന്നത്? സോൾവെൻ്റ് എന്നാണെന്ന് തന്നിട്ടില്ല. നമുക്ക് കിട്ടുന്നത് സാൾട്ട് സൊല്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ സി വരുന്നത് വാട്ടർ. നമ്മൾ സാൾട്ടിനെ വെള്ളത്തിൽ അലിയിപ്പിക്കുമ്പോഴാണ് നമുക്ക് സാൾട്ട് സൊല്യൂഷൻ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ സി വാട്ടർ എന്നാണ് ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് നിങ്ങൾക്ക് സൊല്യൂട്ട് എന്താണെന്ന് തന്നിട്ടില്ല. സോൾവെൻ്റ് വാട്ടർ ആണ്. നമുക്ക് കിട്ടുന്നത് സോഡയാണ്. ഇവിടെ സൊല്യൂട്ടായിട്ട് വരുന്നത് വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേരുമ്പോഴാണ് നമുക്ക് സോഡ കിട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾ സൊല്യൂട്ടായി കിട്ടുന്നത്, അതായത് ആൻസർ ഡി ആയിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇവിടെ ടേബിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദർ ഈസ് ലോട്ട് ഓഫ് റെയിൻ ഡ്രോട്ട് ക്യാൻ ഒക്കർ ഇഫ് വാട്ടർ ഈസ് നോട്ട് കൺസേർവ്ഡ്. റൈറ്റ് 2 മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ 2 മെത്തേഡ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ഡാം എഴുതാം, സ്റ്റോൺ വാൾ എഴുതാം. 2 മെത്തേഡ്സ് എഴുതി കൊടുത്താൽ മതി. അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കാം. എക്സാമിൻ ദി ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റഡ് വിത്ത് സീഡ് ഡിസ്പേഴ്സൽ. നിങ്ങൾക്കിവിടെ സീഡ് ഡിസ്പേഴ്സൽ വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദി ടേബിൾ യൂസിങ് സ്യൂട്ടബിൾ വൺസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആദ്യം നിങ്ങളോട് അവിടെ താഴെ ടേബിളിലേക്ക് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സീഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡാപ്റ്റേഷൻ മെത്തേഡ് തന്നിട്ടുണ്ട്. ചിലത് എന്താണ് അവിടെ തന്നിട്ടില്ല. ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതാണ് നമ്മളിവിടെ എടുത്തെഴുതേണ്ടത്. ആദ്യത്തേത് ജാക്ക് ഫ്രൂട്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ജാക്ക് ഫ്രൂട്ടിൻ്റെത് ഫ്ലഷി പാർട്ടാണ്. ഇവിടെ ആൻസർ എ വരുന്നത് ഫ്ലഷി പാർട്ട് എന്നാണ്. ഇനി അടുത്തത് അപ്പൂപ്പൻ താടി എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡാപ്റ്റേഷൻ, അതായത് ആൻസർ ബി ആയിട്ട് വരുന്നത് ലൈറ്റ് സീഡാണ്. ഇനി സി ഇവിടെ തന്നിട്ടില്ല. അതിൻ്റെ അഡാപ്റ്റേഷൻ പോയിൻറ്റഡ് ടിപ്പാണെന്ന് തന്നിട്ടുണ്ട്. അത് ആൻസർ ആയിട്ട് വരുന്നത് ലവ് ഗ്രാസ് ആണ്. അടുത്തത് ഇവിടെ നിങ്ങൾക്ക് ഡ്രം സ്റ്റിക്ക് ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡാപ്റ്റേഷൻ, അതായത് ആൻസർ ഡി വരുന്നത് ബൈ ബേസ്റ്റിംഗ് ആണ്. ഡ്രം സ്റ്റിക്കിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ബൈ ബേസ്റ്റിംഗ് ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്?
ഒന്നാമത്തത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഇൻ ലീവ്സ്. ഇലകളിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ് ഉണ്ടാവുക. അത് ശരിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. ഡൈക്കോട്ട് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ട് വരുന്നതാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഇൻ ലീവ്സ്. അടുത്തത് പാരലൽ വീനേഷൻ ഇൻ ലീവ്സ്, അതല്ല. അൺബ്രാഞ്ച്ഡ് സ്റ്റെം, അതുമല്ല. അടുത്ത നാലാമത്തത് ടാപ്പ് റൂട്ട് സിസ്റ്റം, അതും കറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തതും നാലാമത്തെ ഓപ്ഷനുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. സോ ഇവിടെ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ കറക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എടുത്തെഴുതേണ്ടത്. അടുത്ത സി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്സ് വിത്ത് പാരലൽ വീനേഷൻ. പാരലൽ വീനേഷൻ ഉള്ള പ്ലാന്റ്സിന്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഒന്നാമത്തെ പോയിന്റ് എഴുതാം. ഇതിന് ഒരു കോട്ടിലെഡൺ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഹാവ് ഓൺലി 1 കോട്ടിലെഡൺ എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്കറിയാം, പാരലൽ വീനേഷന് എന്താണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് ഉണ്ടാവുക. സോ നിങ്ങൾ ഇതിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നും എഴുതി കൊടുക്കുക. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, ഇവിടെ എ പാർട്ടുമുണ്ട് ബി പാർട്ടുമുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതിയായിരുന്നു. നമുക്കിവിടെ 2 ക്വസ്റ്റ്യനും ഡിസ്കസ് ആക്കാം. ഇവിടെ എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് റീഡ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിക്കാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദി എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്തിട്ടുള്ള സെലസ്റ്റിയൽ ബോഡിയാണ് മൂൺ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, മൂൺ ഷൈൻസ് ഓൺ ഇറ്റ്സ് ഓൺ. മൂണ് അത് തന്നെയായിട്ട് ഷൈൻ ചെയ്യും, തിളങ്ങും എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്, ഡി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം എന്താണ്? മൂണിന് തനിയെ ഷൈൻ ചെയ്യാനുള്ള കഴിവ് ഇല്ല. സോ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂണ് എർത്തിനോട് ഏറ്റവും അടുത്തിട്ടുള്ള സെലസ്റ്റിയൽ ബോഡിയാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. നിങ്ങൾ ഇവിടെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അടുത്തത് 3ലെ ബി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 4 സർവീസസ് പ്രൊവൈഡഡ് ടു അസ് ബൈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമുക്ക് നൽകുന്ന 4 സർവീസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എഴുതി കൊടുക്കാം, റിമോട്ട് സെൻസിങ്, ഡിഫെൻസ്, നാവിഗേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്. 4 എണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ 4 പോയിന്റ്സുമാണ് ഇവിടെ നിങ്ങൾ ചോദ്യം ബിയുടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് സുനിത വില്യംസിനോട് ചോദിക്കാൻ പറ്റിയ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കാം? വാട്ട് വാസ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് യു സോ ഇൻ സ്പേസ്. നിങ്ങൾ സ്പേസിൽ കണ്ട നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഗ്രാവിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഉറങ്ങിയത്? ഹൗ ഡിഡ് യു സ്ലീപ്പ് വിത്തൗട്ട് ഗ്രാവിറ്റി? മൂന്നാമത്തത്, സ്പേസിൽ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ? വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വാക്ക് ഇൻ സ്പേസ്? നാലാമത്തെ ചോദ്യം, ഹൗ ഡിഡ് യു ഫീൽ ലുക്കിംഗ് അറ്റ് എർത്ത് ഫ്രം സ്പേസ്. സ്പേസിൽ നിന്ന് എർത്ത് ഭൂമിയെ നോക്കിയപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്, ഫീൽ ചെയ്തത്? സോ നിങ്ങളിവിടെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് 3ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം, ബി പാർട്ട് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ താഴെ നിങ്ങൾക്കൊരു കോൺസ്റ്റലേഷൻ തന്നിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, നെയിം ദിസ് കോൺസ്റ്റലേഷൻ. ഈ ഒരു കോൺസ്റ്റലേഷൻ്റെ പേരെന്താണ്? നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ ഒരു കോൺസ്റ്റലേഷൻ്റെ പേരാണ് സപ്തർഷീസ്. നിങ്ങളവിടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് സപ്തർഷീസ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സ്പേസ് സ്റ്റേഷൻ. സ്പേസ് സ്റ്റേഷൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. സ്പേസ് സ്റ്റേഷൻ്റെ 2 പ്രയോജനങ്ങൾ, 2 ഗുണങ്ങളായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയതാണ്. നമുക്ക് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. വി ക്യാൻ കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ്. പിന്നെ നമുക്ക് എഴുതാം, വി ക്യാൻ സ്റ്റേ ദെയർ ഫോർ ലോങ് ടൈം. നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവിടെ കുറച്ചൊരു കാലത്തേക്ക് നമുക്ക് അവിടെ നിൽക്കാനും പറ്റും. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്, വാട്ട് പ്രോബ്ലംസ് വുഡ് യു ഫേസ് ഇറ്റ് വെന്റ് ടു ദി സ്പേസ് സ്റ്റേഷൻ. സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ പോയാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? നോ എയർ, അവിടെ എയർ വായു ഉണ്ടാവില്ല. നോ ഗ്രാവിറ്റി, ഗ്രാവിറ്റി ഉണ്ടാവില്ല.
ഈ 2 പോയിന്റ്സ് ആണ് നിങ്ങളുടെ സിയുടെ ഉത്തരമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് 4ാമത്തെ ചോദ്യത്തിലും എ പാർട്ടുമുണ്ട് ബി പാർട്ടുമുണ്ട്. നമുക്ക് ആദ്യം എ പാർട്ട് നോക്കാം. റീഡ് ദി സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിക്കുക. വെൻ എ സീഡ് ജെർമിനേറ്റ് റാഡിക്കൽ കം ഔട്ട് ഫസ്റ്റ്. ഒരു സീഡ് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്നത് റാഡിക്കൽ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ റാഡിക്കൽ ബിക്കംസ് ദി സ്റ്റെം ആൻഡ് ലീഫ്. റാഡിക്കൽ ആണ് സ്റ്റെമ്മും ലീഫുമായിട്ട് മാറുന്നത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വരുന്നത്? ശരിയായിട്ടുള്ളത് വെൻ എ സീഡ് ജെർമിനേറ്റ് റാഡിക്കൽ കംസ് ഔട്ട് ഫസ്റ്റ് എന്നുള്ളതാണ്. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്നത് റാഡിക്കൽ ആണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ താഴെയുള്ള ഓപ്ഷൻസിൽ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് എടുത്തെഴുതേണ്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദി ഫോളോയിങ് ടേബിൾ കറക്റ്റ്ലി അക്കോർഡിംഗ് ടു ദി ജെർമിനേഷൻ ഓഫ് ഡൈക്കോഡ് സീഡ്സ് ഇൻ ടു പ്ലാന്റ്സ്. ഡൈക്കോഡ് സീഡ്സിന്റെ ജെർമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ആയിട്ടല്ല തന്നിട്ടുള്ളത്, ഇത് നിങ്ങളോട് കറക്റ്റ് ആയിട്ട് തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ടേബിൾ നോക്കാം. കംസ് ഔട്ട് ഫസ്റ്റ് ആദ്യം വരുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ആദ്യം വരുന്നത് റാഡിക്കൽ ആണ്. സോ നിങ്ങൾ അവിടെ കംസ് ഔട്ട് ഫസ്റ്റ് എന്നതിനെ നേരെ നിങ്ങൾ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? റാഡിക്കൽ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇത് 3ാമത്തെ കോളത്തിൽ റാഡിക്കലിന്റെ നേരെ എഴുതേണ്ടത് ബിക്കംസ് റൂട്ട്, വേരായി മാറുന്നു. സോ ഇവിടെ 1ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാം. കംസ് ഔട്ട് ഫസ്റ്റ് എന്ന് എഴുതുക, അതിന്റെ നേരെ നിങ്ങൾ റാഡിക്കൽ എന്ന് എഴുതുക, അതിന്റെ നേരെ നിങ്ങൾ ബിക്കംസ് റൂട്ട് എന്ന് എഴുതി കൊടുക്കുക. 2ാമത്തെ പോയിന്റ് ആണ് ടു ആർ സീൻ. 2 എണ്ണം ഉണ്ടാകും, അത് കോട്ടിലെഡോൺ ആണ്. നിങ്ങൾ കോട്ടിലെഡോൺ ആണ് അതിന്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. അത് സ്റ്റോഴ്സ് ഫുഡ്. 3ാമത്തെ കോളത്തിലുള്ള ഫസ്റ്റത്തെ പോയിന്റ് സ്റ്റോഴ്സ് ഫുഡ് എന്നാണ് നിങ്ങൾ അതിന്റെ നേരെ കോട്ടിലെഡന്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് കംസ് ഔട്ട് ലേറ്റർ, കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? പ്ലിമ്യൂൾ ആണ്. പ്ലിമ്യൂളിന്റെ നേരെ ബിക്കം ദി സ്റ്റെം ആൻഡ് ലീഫ് എന്ന പോയിന്റ് ആണ് എഴുതി കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെ ടേബിൾ കറക്റ്റ് ആയിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. എ കോക്കനട്ട് ദാറ്റ് ഫെൽ ഫ്രം ദി കോക്കനട്ട് ട്രീ നിയർ ദി റിവർ ഫ്ലോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഒരു പുഴയ്ക്കരികിൽ നിന്ന് ഒരു തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ വീണ് അത് കുറച്ച് ദൂരം എന്താണ്? ഒഴുകിപ്പോയി. പുഴയിൽ കുറച്ച് ദൂരം ഒഴുകിപ്പോയി. ഇറ്റ് റീച്ച്ഡ് എ റിവർ ബാങ്ക് ആൻഡ് സ്പ്രൗട്ടഡ് ദെയർ. വാട്ട് ആർ ദി അഡാപ്റ്റേഷൻ ഓഫ് കോക്കനട്ട് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. ഈ കോക്കനട്ട് ഒരു പുഴയ്ക്കരികിൽ എത്തിച്ചേർന്ന് അവിടെ സ്പ്രൗട്ട് ചെയ്തു, അവിടെ മുളച്ചു. നമ്മളിവിടെ എഴുതേണ്ടത് അഡാപ്റ്റേഷൻ മെത്തേഡ് ഓഫ് കോക്കനട്ട് ആണ്. സീഡ് ഡിസ്പേഴ്സലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡാപ്റ്റേഷൻ മെത്തേഡാണ്. കോക്കനറ്റിന്റെ അഡാപ്റ്റേഷൻ ആണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. സോ നമുക്കിവിടെ എഴുതി കൊടുക്കാം ഹാർഡ് ഷെൽ. കോക്കനറ്റിന് എന്താണ്? ഹാർഡ് ഷെല്ലാണ്, അതുകൊണ്ട് പ്രൊട്ടക്ട് ദ സീഡ് വൈൽ ഫ്ലോട്ടിങ്. പിന്നെ 2ാമത്തെ പോയിന്റ് ആക്കി എഴുതാം ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ഹെൽപ്പ് ഇറ്റ് മൂവ് വൺ പ്ലേസ് ടു അനദർ പ്ലേസസ്. ഓക്കെ. അടുത്തത് 4ലെ ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് സീഡ് ഡിസ്പേഴ്സൽ. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബൽസം, ലേഡീസ് ഫിംഗർ, റബ്ബർ, മാംഗോ. സീഡ് ഡിസ്പേഴ്സലുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് മാംഗോ ആണ്. സോ നിങ്ങളിവിടെ 4B ക്വസ്റ്റ്യനിലെ എ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് മാംഗോ. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദി റൂട്ട് ഓഫ് ദി എബോവ് പ്ലാന്റ്സ്, റൈറ്റ് ദി വീനേഷൻ ഓഫ് ദെയർ ലീവ്സ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പ്ലാന്റ്സ് ശ്രദ്ധിക്കുക, അതിൻ്റെ ലീവ്സിൻ്റെ വിനേഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിക്ചർ 1ന് റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ്, പിക്ചർ 2ന് പാരലൽ വിനേഷൻ ആണ്. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദി ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ കോട്ടിലഡൺ ആൻഡ് ഗിവ് ദം എ സ്യൂട്ടബിൾ ടൈറ്റിൽ. ഇവിടെ താഴെ തന്നിട്ടുള്ള പ്ലാന്റ്സിനെ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ 2 കോളത്തിനും ഹെഡിങ് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ എ ആൻസർ ആയിട്ട് വരുന്നത് മോണോക്കോട്ടാണ്, ബി വരുന്നത് ഡൈക്കോട്ടാണ്. അടുത്തത് നിങ്ങളിവിടെ ഓപ്ഷൻസിൽ നിന്ന് എടുത്തിട്ടാണ് താഴേക്ക് എഴുതേണ്ടത്. ഇവിടെ സി ഉത്തരം വരുന്നത് പേഡിയാണ്, മോണോക്കോട്ടായിട്ട് വരുന്നത് പേഡിയാണ്. അടുത്തത് ഡി, ആൻസർ ഡി വരുന്നത് ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ്. ഓക്കെ. അടുത്തത് നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. ഒബ്സർവ് ദി കാർട്ടൂൺ. ഇവിടെ നിങ്ങൾക്ക് താഴെ 2 കാർട്ടൂൺസ്, 2 മോസ്കിറ്റോസ് പറയുന്നതായി തന്നിട്ടുണ്ട്. വി കാൺ സർവൈവ് ഹിയർ. നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. വി ഹാവ് ടു സെർച്ച് അനദർ പ്ലേസ് ടു ലേക്സ്. നമുക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. 2ാമത്തെ മോസ്കിറ്റോ പറയാണ് ദർ ഇസ് നോ വാട്ടർ ഹിയർ. ഇവിടെ വെള്ളമില്ല. ഇറ്റ്സ് വെരി ക്ലീൻ ആൾസോ. ഇത് ഭയങ്കര ക്ലീൻ ആണ്, വൃത്തിയുള്ള സ്ഥലവുമാണ് ഇവിടെ.
ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 2 ways to prevent mosquito breeding. മോസ്കിറ്റോ ബ്രീഡിംഗ് തടയാനായിട്ടുള്ള പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ 2 വഴികൾ, 2 ways ആണ് ഇവിടെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഈ പോട്ടിലും ചെറിയ പാത്രങ്ങളിലും കണ്ടെയ്നേഴ്സിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ഡു നോട്ട് ലെറ്റ് വാട്ടർ കളക്ട് ഇൻ പോട്ട്സ്, ടയേഴ്സ് ഓർ കണ്ടെയ്നേഴ്സ്. രണ്ടാമത്തെ പോയിന്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ പരിസര സ്ഥലങ്ങളൊക്കെ എന്താണ് നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇവിടെ നമുക്ക് എഴുതാം കീപ് സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഡ്രൈ. അടുത്തത് 5 B ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് റിക്വയർഡ് വാക്സിനേഷൻ. ഇവിടെ തന്നതിൽ വാക്സിനേഷൻ ആവശ്യമായിട്ടുള്ള ഡിസീസസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ആണ്. സോ നിങ്ങളുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് C ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി കറക്റ്റ് പെയേഴ്സ് ഓഫ് എയർബോൺ ഡിസീസസ്. എയർബോൺ ഡിസീസസിന്റെ കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാനാണ്? ശരിയായിട്ട് ഉത്തരം വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ട്യൂബർകുലോസിസ്, ചിക്കൻ പോക്സ് ആണ്. പിന്നെ 4ാമത്തെ ഓപ്ഷനും ശരിയാണ്, മീസിൽസ്, കോവിഡ്. സോ നിങ്ങളിവിടെ ശരിയായിട്ടുള്ള ഉത്തരം എഴുതേണ്ടത് ഓപ്ഷൻ ഡി പെയർ 2 and 4 കറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് 6ാമത്തേതാണ്. അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് സാൻഡ് മൈനിങ് ഫ്രം ദി റിവർ കോസസ് ഫോർ ദി ഡിക്രീസ് ഇൻ വാട്ടർ ലെവൽ ഇൻ നിയർ ബൈ വെൽസ്. വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ കോസസ് ദിസ്. അതായത് സാൻഡ് മൈനിങ്, പുഴയിൽ നിന്ന് സാൻഡ് മൈനിങ് എന്താണ്? അടുത്തുള്ള കിണറുകളിലെ വെള്ളം കുറയുന്നതിന് കാരണമാകുന്നു. ഇതിന് ഏത് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ആണ് ഇതിന് കാരണമാകുന്നത്? ഓപ്ഷൻ എ വാട്ടർ കണ്ടക്ട്സ് ഹീറ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ വാട്ടർ ഫ്ലോസ്, മൂന്നാമത്തേത് വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ, 4ാമത്തേത് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. ഇനി ബി ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ചേഞ്ച് ഇൻ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. ഇവിടെ താഴെ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വാട്ടർ ഹീറ്റ് ആകുമ്പോൾ അതെന്തായി മാറുന്നു? അത് വാട്ടർ വേപ്പറായി മാറുന്നു. ഇനി വാട്ടർ കൂളാകുമ്പോൾ, തണുപ്പിക്കുമ്പോൾ അത് ഐസ് ക്യൂബ്സ് ആയി മാറുന്നു. അടുത്തത് ഇവിടെ വാട്ടർ ലിക്വിഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ വാട്ടർ വേപ്പർ എന്താണെന്നാണ് എഴുതേണ്ടത്. അത് ഏത് സ്റ്റേറ്റ് ആണ്? വാട്ടർ വേപ്പർ ഗ്യാസ് ആണ്. അടുത്തത് ഐസ് ഏതാണ്? ഐസ് വരുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അടുത്തത് സി ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് വേർ സോല്യൂബിലിറ്റി ഓഫ് വാട്ടർ ഈസ് യൂട്ടിലൈസ്ഡ്. എന്ത് എഴുതാം? ഫോർ മേക്കിംഗ് സോൾട്ട് വാട്ടർ എഴുതാം, പിന്നെ ഫോർ മേക്കിംഗ് ഷുഗർ വാട്ടർ എന്ന് എഴുതാം. സോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങളുടെ 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ പേപ്പറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.